വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തിച്ച തൊഴിലാളികളുടെ ന്യായമായ അവകാശത്തെ അംഗീകരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നരേന്ദ്രമോദി ഗവൺമെന്റിനുണ്ടെന്ന് BMS സംസ്ഥാന സമിതി അംഗം MP ചന്ദ്രശേഖരൻ. കേന്ദ്ര സർക്കാർ മുൻപാകെ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി BMS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികൾക്കും രാജ്യത്തിനും സമൂഹത്തിനും ഗുണകരമായ കാര്യങ്ങൾ ഏത് ഗവൺമെന്റ് നടപ്പിലാക്കിയാലും അതിനെ പിന്തുണയ്ക്കാനും അഭിനന്ദിക്കാനും BMS എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലാളികൾക്കും രാജ്യത്തിനും സമൂഹത്തിനും ഗുണകരമായ കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ അത് ഏത് ഗവൺമെന്റ് നടപ്പിലാക്കിയാലും അതിനെ അഭിനന്ദിക്കുവാനും പിന്തുണയ്ക്കുവാനും ഭാരതീയ മസ്ദൂർ സംഘം എപ്പോഴും മുൻപന്തിയിലുണ്ടാകും. നേരെ മറിച്ച് തൊഴിലാളികൾ വിരുദ്ധമായ നയങ്ങൾ, തൊഴിലാളികൾക്ക് ദോഷം വരുന്ന നയങ്ങൾ അതാര് നടപ്പിലാക്കിയാലും അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുവാൻ ഭാരതീയ മസ്ദൂർ സംഘത്തിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. EPF പെൻഷൻ മിനിമം 5000 രൂപയാക്കുക, EPF ശമ്പള പരിധി 30,000 രൂപയാക്കി ഉയർത്തുക, ESI ശമ്പള പരിധി 21,000 നിന്ന് 42,000 ആക്കി ഉയർത്തുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നിലപാടിൽ നിന്നും കേന്ദ്രം പിന്മാറുക, അംഗൻവാടി ആശാ വർക്കർ ജീവനക്കാർക്ക് വേതനവും സംരക്ഷണവും ജീവനക്കാരുടേതിന് തുല്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി ദേശവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി BMS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കട്ടപ്പനയിൽ സായാഹ്ന ധർണ നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് MP റജികുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി KC സിനീഷ്, ദേശീയ സമിതി അംഗം NB ശശിധരൻ, B വിജയൻ, VN രവീന്ദ്രൻ, SG മഹേഷ്, PP ഷാജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.